അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. മർഹബൻ ബിൽ ഐദി, പെരുന്നാളിന് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഒരു വർഷത്തിൽ 2 പെരുന്നാളുകളുണ്ട്, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. ഏത് പെരുന്നാളാണെങ്കിലും സന്തോഷവും ആഹ്ലാദവും ഒരുപാട് മധുരമുള്ള ഓർമ്മകളുമാണ് സാധാരണ രീതിയിൽ നമ്മുടെ പെരുന്നാളുകൾക്കുണ്ടാവുക. ഈ ഒരു കവിതയിലും പറയുന്നത് അപ്രകാരം തന്നെയാണ്. സന്തോഷം കൊണ്ടുവരുന്ന പെരുന്നാൾ. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പെരുന്നാൾ പണവും സമ്മാനങ്ങളും തരുന്ന പെരുന്നാൾ. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് അയൽവാസികളോട് കൂടെ ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കുന്ന പെരുന്നാൾ. ബാക്കിയുള്ളവർക്ക് നമ്മൾ പെരുന്നാൾ ആശംസിക്കുകയും അവർക്ക് സമ്മാനപ്പൊതികൾ കൈമാറുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ പെരുന്നാൾ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കവിത അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു കവിതയിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ പറയാം, ശേഷം ഇതൊന്ന് പാടാം, എന്നിട്ട് അർത്ഥം വെക്കാം. അക്ബല മുന്നിടുക, മർഹബൻ സ്വാഗതം, അഹ്ലൻ വെൽക്കം, തബാഷീർ സന്തോഷം അല്ലെങ്കിൽ അറിയിപ്പ്, നൈമ അനുഗ്രഹം നൽകുക, സുറൂർ ആനന്ദം, ഹബ നൽകുക, ഹദിയത്ത് സമ്മാനം, നഖദ് നാണയം, തഹല്ല അണിയുക, അഹദ് വാഗ്ദാനം, മല കഴിയുക, തഹാനി ആശംസകൾ, ജീല് തലമുറ, ആദ മടങ്ങി വരിക, യുംന് നന്മ, അഹദ് കാലം, ബഖയ ബാക്കിയാവുക. അപ്പോൾ ഇതൊന്ന് പാടി നോക്കാം. أقبل العيد فأهلا بتباشير السعود قد نعمنا بسرور ما عليه من مزيد وحبانا بوانا بالهدايا والنقود وخرجنا نتهلى فيه بالثوب الجديد وتصافحنا بأيدينا على صدق العهود ومضينا بالتهاني لقريب وبعيد فأت يا عيد وأفرح أمة الجيل السعيد وامض يا عيد وعد باليمن في عهد حميد يا أولي القربى بقيتم للعلا في كل عيد أقبل العيد فأهلا بتباشير السعود. ഇതാണ് കവിത. നമുക്ക് അർത്ഥം വെക്കാം. അക്ബൽ ഈദു, പെരുന്നാൾ മുന്നിട്ട് വന്നു, ഫഅഹ്ലൻ സ്വാഗതം. എന്തുകൊണ്ടാണ് പെരുന്നാൾ വന്നത്? ബി തബാശിരി സഊദി, സന്തോഷത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളുമായിട്ടാണ് പെരുന്നാൾ വന്നത്. ഖദ് നഇംന, തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു, ബിസുറൂരി സന്തോഷം കൊണ്ട്, മാ അലൈഹി മിൻ മസീദിൻ, മാ അലൈഹി അതിലില്ല, മിൻ മസീദിൻ അതിനേക്കാളൊന്നുമില്ല. അപ്പോൾ അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. നമുക്ക് സന്തോഷത്തിനേക്കാളും വലിയ ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കാനുമില്ല. വാ ഹബാന, നമുക്ക് നൽകി, അബവാന നമ്മളുടെ പിതാക്കൾ, ബിൽ ഹദായ സമ്മാനങ്ങൾ നൽകി, വന്നുഖൂദി പണവും നൽകി, വാ ഖറജ്ന നമ്മൾ പുറപ്പെട്ടു, നതഹല്ല നമ്മൾ ധരിക്കുന്നവരായിട്ട്, ഫിഹി ആ പെരുന്നാൾ ദിവസത്തിൽ, ബിസ്സൗബിൽ ജദീദി പുതു വസ്ത്രങ്ങൾ, വാ തസാഫഹ്ന നമ്മൾ ഹസ്തദാനം ചെയ്തു, നമ്മൾ മുസാഫഹത്ത് ചെയ്തു, ബി ഐദീന നമ്മുടെ കൈകൾ കൊണ്ട്, അലാ സിദ്ഖിൽ ഉഹൂദി സത്യസന്ധമായ ഉടമ്പടിയുടെ മേൽ, വമലൈന ബിത്തഹാനി, വമലൈന നമ്മൾ കഴിഞ്ഞുപോയി, ബിത്തഹാനി ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, അഥവാ ഒരുപാട് ആശംസകൾ നമ്മൾ അർപ്പിച്ചു, ആശംസകൾ മറ്റുള്ളവർക്ക് നൽകി. അഥവാ ആർക്കൊക്കെ നൽകിയത്? ലേ ഖരീബിൻ വ ബഈദി, അടുപ്പക്കാർക്കും അകന്ന ആളുകൾക്കും നമ്മൾ ആശംസകൾ നൽകി. ഫഅതി യാഇദു, അതുകൊണ്ട് പെരുന്നാളെ വരിക, ഫഅതി അതുകൊണ്ട് വരിക, യാഇദു ഏ പെരുന്നാളെ, വ അഫ്രിഹ് സന്തോഷിക്കുക, ഉമ്മത്തൽ അവാഫ്രിഹിനി സന്തോഷിപ്പിക്കുക, ഉമ്മത്തുൽ ജീലി സഈദി, ഉമ്മത്തുൽ ജീലി സഈദി വിജയം വരിച്ചിട്ടുള്ള ഈ ഒരു
തലമുറയെ, ഈ ഒരു ഉമ്മത്തിനെ നീ സന്തോഷിപ്പിക്കുകയും ചെയ്യുക. വംലിയാ ഈദു, പെരുന്നാളെ വംലിയാ ഈദു, നീ കഴിഞ്ഞു പോവുക, അതിൻ്റെ അവസരം കഴിഞ്ഞാൽ നീ പോവുക. വഉദ്, എന്നിട്ട് പിന്നീട് വഉദ്, നീ മടങ്ങി വരിക. ബിൽ യുംനി, സകല നന്മകളും കൊണ്ട് നീ മടങ്ങി വരിക. ഫി ആഹിദിൻ ഹമീദിൻ, വളരെ സ്തുത്യർഹമായ ഒരു കാലഘട്ടത്തിൽ. യാ ഉലിൽ ഖുർബ ബഖൈതും ലിൽ ഉലാ ഫി കുല്ലി ഐദി, യാ ഉലിൽ ഖുർബ, എൻ്റെ അടുപ്പക്കാരെ, എൻ്റെ അടുത്തുള്ള ആളുകളെ, ബഖൈതും ലിൽ ഉലാ, നിങ്ങൾ ബാക്കിയായി, ലിൽ ഉലാ, ഉന്നതങ്ങൾക്ക് വേണ്ടി, അഥവാ നിങ്ങൾ എപ്പോഴും ഉന്നതങ്ങളിലായി മാറി, ഉയർച്ചകളിലായി മാറി. ഫി കുല്ലി ഐദിൻ, എല്ലാ പെരുന്നാളുകളിലും. ഉന്നതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആഹ്ലാദ ഹർഷത്തിലാണ്, ഹർഷാരവത്തിലാണ് നിങ്ങൾ എല്ലാ പെരുന്നാൾക്കും ഉള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ആദ്യത്തെ വരി ആവർത്തിക്കുന്നു. അഖബൽ ഐദു, പെരുന്നാൾ വന്നു. ഫഅഹ്ലൻ, സ്വാഗതം. ബി തബാശീരി സഊദി, എന്തുകൊണ്ടാണ് പെരുന്നാൾ വന്നത്? ബി തബാശീരി സഊദി, സന്തോഷത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്, അറിയിപ്പുമായിട്ടാണ് പെരുന്നാൾ വന്നത്. അപ്പോൾ അതിൽ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിമാ അഖബൽ ഐദു, പെരുന്നാൾ എന്താണ് കൊണ്ടുവന്നത്? ഉത്തരം അഖബൽ ഐദു ബി തബാശീരി സഊദി. മാതാ ഹബൽ അബവാനി, എന്താണ് രക്ഷിതാക്കൾ നൽകിയത്? ഉത്തരം ഹബൽ അബവാനി അൽ ഹദായ വൻ നുഖൂദ്. 3 മാതാ തഫ്അലു യൗമൽ ഈദ്, പെരുന്നാൾ ദിവസം നീ എന്താണ് ചെയ്യാറുള്ളത്? അഫ്അലു യൗമൽ ഈദ് എന്ന് തുടങ്ങണ്ട. അപ്പോൾ നീ പെരുന്നാൾ ദിവസം എന്താണ് ചെയ്യലെന്നുണ്ടെങ്കിൽ അതഹല്ല ഫിഹി ബിസ്സൗബിൽ ജദീദ്. ഓക്കെ, അതുപോലെ ഉസാഫിഹു അലാ സിദ്ഖിൽ ഉഹൂദ്, ഇതൊക്കെയാണ് അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതിൽ ഇതുപോലെ ജമ്മ് മുഫ്രദ് കൊടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ട് ജുംലയിൽ പ്രയോഗിക്കണം. അഖബല, തസാഫഹ, തബാശീർ, ഹബ, ഈ 4 വാക്കുകൾ ജുംലയിൽ പ്രയോഗിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, പാടി വരിക, കാണാതെ പഠിക്കണം. അസ്സലാമു അലൈക്കും.